സോ നെക്സ്റ്റ് പോർഷനാണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓർ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും നമ്മൾ എഴുതി പഠിച്ചാലേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അടുത്തൊരു പെന്നും ഒരു ബുക്കും കൂടി വെച്ച്, റഫ് ബുക്കും കൂടി വെച്ച് ആ ബുക്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി ഡിറൈവ് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കിത് ഓർമ്മയിൽ നിൽക്കില്ല, എക്സാം ഹോളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഓർഗാനിക്കൊക്കെ നിങ്ങളൊരു പറയാറില്ലേ എഴുതി പഠിക്കണമെന്ന്, അപ്പം അതുപോലെ തന്നെ ഈ ഭാഗങ്ങളും ഡിറൈവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീക്ക് ആസിഡ്സിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്, ഒരു വീക്ക് ആസിഡ് ഇതാണ് നമ്മുടെ വീക്ക് ആസിഡ്, HA എന്ന് പറയുന്നതാണ് നമ്മുടെ വീക്ക് ആസിഡ്. ആ വീക്ക് ആസിഡിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആൻഡ് കൺസിഡർ ഇറ്റ് ഈസ് പാർഷ്യലി അയണൈസ്ഡ്. അത് പാർഷ്യലി ആയിട്ട് അയണൈസ് ചെയ്തതായിട്ട് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ C ഈസ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ HA. ഇതാണ് നമ്മുടെ വീക്ക് ആസിഡ് HA. അത് വാട്ടറിനായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു, H3O+ഉം A- ആയിട്ട് മാറുന്നു. അപ്പോൾ C ആണ് ഇവിടുത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇതാ കണ്ടോ, C മോൾ പെർ ലിറ്റർ. ഇതാണ് ഇവിടുത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ടുള്ളതാണ് C മോൾസ് പെർ ലിറ്റർ. അപ്പോൾ റിയാക്റ്റൻ്റ് C മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പ്രോഡക്ട്സ് അപ്പോൾ 0 ആണ്. ഇനീഷ്യലി C മോൾസ് HA ആണ് നമ്മൾ എടുക്കുന്നത്, മോൾ പെർ ലിറ്റർ ഓഫ് HA ആണ് നമ്മൾ എടുക്കുന്നത്, വീക്ക് ആസിഡ് HA. ഇപ്പോൾ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ആൽഫയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. അപ്പോൾ ഈക്വലിബ്രിയത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, C ആൽഫ പ്രോഡക്ട്സും C ആൽഫ പ്രോഡക്ട്സും ആയിട്ട് മാറുന്നു. രണ്ട് പ്രോഡക്ട്സിൻ്റെ നമുക്ക് രണ്ടിൻ്റെയും കോൺസെൻട്രേഷനുകൾ എന്തായിരിക്കും, C ആൽഫയും C ആൽഫയും ആയിരിക്കും. അപ്പം നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും, C ആയിരുന്നു ഓൾറെഡി, അപ്പോൾ C മൈനസ് C ആൽഫ. ഓക്കെ, അതായത് C ഇൻറ്റു 1 - ആൽഫ. അപ്പോൾ ഇനീഷ്യലി C ഉണ്ടായിരുന്ന റിയാക്റ്റൻ്റെ ഫൈനൽ ഇക്വലിബ്രിയത്തിലേക്ക് എത്തുമ്പോഴേക്കും C ഇൻറ്റു 1 - ആൽഫയായി. ഇനീഷ്യലി 0 ഉണ്ടായിരുന്ന പ്രോഡക്ട്സ് ഇക്വലിബ്രിയത്തിലേക്ക് എത്തുമ്പോഴേക്കും C ആൽഫയും ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താ എഴുതാൻ പറ്റും, KA ഓർ അയണൈസേഷൻ കോൺസ്റ്റന്റ് എഴുതാൻ പറ്റും. എങ്ങനെയാണ്, പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ. ഇവിടെയാണ് ഏതാണ് പ്രോഡക്ട്സ്, H3O+, A- ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ഏതാണ്, HA. ഓക്കെ, അപ്പോൾ H3O+ൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, C ആൽഫയാണ്. സോ C ആൽഫ ഇൻറ്റു C ആൽഫ ഡിവൈഡഡ് ബൈ C ഇൻറ്റു 1 - ആൽഫ. H3O+ൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, C ആൽഫയാണ്. A-ൻ്റെയും C ആൽഫയാണ് ഡിവൈഡഡ് ബൈ HAയുടെ കോൺസെൻട്രേഷൻ C ഇൻറ്റു 1 - ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, C² ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ C ഇൻറ്റു 1 - ആൽഫയാണ്. അപ്പോൾ ഒരു സിയും ഈ സിയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും, C ആൽഫ² ബൈ 1 - ആൽഫ. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, C ആൽഫ² ഡിവൈഡഡ് ബൈ 1 - ആൽഫ. സോ K വാല്യൂ സ്മോളർ ആണെങ്കിൽ ആസിഡ് എന്തായിരിക്കും, വീക്കർ ആയിരിക്കും. ഓക്കെ, K വാല്യൂ സ്മോളർ ആണെങ്കിൽ ആസിഡ് വിൽ ബി വീക്കർ. ഓക്കെ, ഇനി pKa എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം, -log⁻10 ഓഫ് Ka ആണ്. അപ്പോൾ pKa വാല്യൂ കൂടിക്കഴിഞ്ഞാലായിരിക്കും ആസിഡ് വീക്കർ ആവുക. K വാല്യൂ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ. K വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് വീക്കർ ആയിരിക്കും, pKa വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആസിഡ് വീക്കർ ആയിരിക്കും. അപ്പോൾ സാധാരണ വീക്ക് ആസിഡ്സിനാണ് ആൽഫ വിൽ ബി വെരി ലെസ് ദാൻ 1 ഫോർ എ വീക്ക് ആസിഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രഷനെ എങ്ങനെയായിട്ട് എഴുതാം, അപ്പോൾ ഈ 1 - ആൽഫ എന്നുള്ളത് പോവും, ബിക്കോസ് ആൽഫ ഈസ് വെരി സ്മോൾ. അപ്പോൾ 1 - ആൽഫ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 തന്നെയായിട്ട് പോയി. അപ്പോൾ KA വിൽ ബി ഈക്വൽ ടു എന്തായി, C ആൽഫ². KA വിൽ ബി ഈക്വൽ ടു C ആൽഫ². അപ്പോൾ ഇതിന് ആൽഫ² ഈസ് ഈക്വൽ ടു KA ബൈ C. സോ ആൽഫ ഈസ് ഈക്വൽ ടു √² ഓഫ് KA ബൈ C. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ ഒരു ഡെറിവേഷൻ ആണ് കാണിച്ചത്. ആൽഫ ഈസ് ഈക്വൽ ടു √of KA ബൈ C. സോ അവർ ഇക്വേഷൻ വി സപ്പോസ്ഡ് ദാറ്റ് അറ്റ് ഇക്വലിബ്രിയം H3O+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫ അല്ലേ.
നോക്കൂ, H3O+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയാണെന്നാണ് നമ്മൾ മുന്നേ കണ്ടിരുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൽഫയ്ക്ക് ഒരു ടേം ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ആൽഫയുടെ ടേം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ H3O+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയാണ്. അതായത് സി ഇൻറ്റു റൂട്ട് ഓഫ് KA/C, ബിക്കോസ് ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA/C ആണ്. ഓക്കെ ആണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വീക്ക് ബേസിനും വരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. HA എന്ന് പറയുന്നതാണ് നമ്മുടെ വീക്ക് ആസിഡ്. അപ്പോൾ അത് C മോൾസ് ആയിരുന്നു ഇനീഷ്യലി, 0 പ്രോഡക്ട്സ്. ദെൻ ഇക്വിലിബ്രിയം എത്തിയപ്പോൾ C ഇൻറ്റു 1 മൈനസ് ആൽഫ റിയാക്റ്റൻസും C ആൽഫ പ്രോഡക്ട്സും ആണ്. അപ്പോൾ KA വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ റിയാക്റ്റൻസ്. അപ്പോൾ C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഈ ആൽഫ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പോൾ KA വിൽ ബി ഈക്വൽ ടു C ആൽഫ സ്ക്വയർ. KA ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ. സോ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KA/C. ഓക്കെ, അപ്പോൾ നമ്മൾ H3O+ന്റെ കോൺസെൻട്രേഷൻ C ആൽഫ ആണെന്ന് ഇവിടെ നമ്മൾ കണ്ടിരുന്നു. എവിടെയാണ് കണ്ടത്? നമ്മുടെ ഈക്വേഷനിലെ C ആൽഫ ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. ദെർഫോർ ആൽഫയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് ഓഫ് KA/C എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ്, റിലേറ്റീവ് സ്ട്രെങ്ത്സ് ഓഫ് വീക്ക് ആസിഡ്സ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻ തന്നെ നേരത്തെ നമുക്ക് കിട്ടിയില്ലേ, ഇപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയ ഇക്വേഷൻ നമുക്ക് 2 ആസിഡ്സിനെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 വീക്ക് ആസിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, HA1ഉം HA2ഉം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻസ് KA1ഉം KA2ഉം ആണ് കരുതുക. ആൽഫ ബി ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് ദ കോൺസെൻട്രേഷൻ C. അപ്പോൾ ആൽഫ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് KA1/C. അതുപോലെ ആൽഫ 2 എന്ന് പറയുന്നതോ സ്ക്വയർ റൂട്ട് ഓഫ് KA2/C. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K/C എന്നാണെന്ന് നമ്മൾ മുൻകൂട്ടി ഡിറൈവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ആസിഡിനും സെക്കൻഡ് ആസിഡ്സിനും നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ആൽഫ 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA1/C. ദെൻ ആൽഫ 2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA2/C. സോ ഫൈനലായിട്ട് സ്ട്രെങ്ത് ഓഫ് ആസിഡ് 1 അതായത് HA1 ബൈ സ്ട്രെങ്ത് ഓഫ് ആസിഡ് 2 അതായത് HA2 ഈസ് ഈക്വൽ ടു ആൽഫ 1 ബൈ ആൽഫ 2 ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA1 ബൈ KA2. സിയും ക്യാൻസൽ ആയിപ്പോയി. ഈക്വേഷനുകൾ ആൽഫ 1 ബൈ ആൽഫ 2 കാണുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് KA1 ബൈ KA2. അപ്പോൾ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ 2 ആസിഡ്സിന് നമ്മൾ അപ്ലൈ ചെയ്തു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ ഫൈനലായിട്ട് വരുന്ന ഈ റിസൾട്ടുകളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാൻ കുറച്ച് സ്ട്രെസ് ഉണ്ട്, അത്ര എളുപ്പമല്ല, കുറച്ച് ഡെറിവേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിസിക്കലിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അതുകൊണ്ട് മാക്സിമം നന്നായി ഡിറൈവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, then next, ionization constant of weak bases. അതായത് നേരത്തെ നമ്മൾ വീക്ക് ആസിഡ് HA എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ വീക്ക് ബേസ് എടുക്കുകയാണ്. വീക്ക് ബേസ് ആണ് BOH. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന വീക്ക് ബേസ് ഏതാണ്? ഹിയർ വി ആർ ടേക്കിംഗ് ദ വീക്ക് ബേസ് BOH. സോ ഇവിടെ നമ്മുടെ ജനറൽ ആയിട്ട് ഇക്വേഷൻ ഇതാണ്. BOH എന്ന് പറഞ്ഞ ബേസ് എടുത്തു, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് B+ഉം OH- ആയി. സോ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C മോൾസ് പെർ ലിറ്റർ ആയിരുന്നു. അത് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് C മോൾസ് പെർ ലിറ്റർ ആയിരുന്നു. അപ്പോൾ പ്രോഡക്ട്സ് 0 ആയി. ഇക്വിലിബ്രിയത്തിൽ എത്തിയപ്പോൾ റിയാക്റ്റൻ്റ് എത്രയായി? C ഇൻറ്റു 1 മൈനസ് ആൽഫ. കാരണം പ്രോഡക്ട്സ് രണ്ടും C ആൽഫയായി. അപ്പോൾ നമുക്കിതൊന്ന് KB എഴുതാം അല്ലേ? KB എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് B+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് BOH. B+ന്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഓഫ് C ആൽഫ ഡിവൈഡ് ബൈ BOHന്റെ കോൺസെൻട്രേഷൻ C ഇൻറ്റു 1 മൈനസ് ആൽഫ. അതായത് C സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ C ഇൻറ്റു 1 മൈനസ് ആൽഫ. അതായത് C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ KBയുടെ വാല്യൂ സ്മോളർ ആണെങ്കിൽ വീക്കർ ബേസ് ആയിരിക്കും. എന്നാൽ PKB ലാർജർ ആയാൽ മാത്രമേ ആ ബേസ് വീക്കർ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ KBന്റെ റിലേഷൻ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വീക്ക് ബേസിന് ആൽഫ വളരെ സ്മോൾ ആണ്. അപ്പോൾ അടിയിലത്തെ ഈ 1 മൈനസ് ആൽഫ എന്നുള്ള വാല്യൂ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയി, അത് പോയി. സോ KB വിൽ ബി ഈക്വൽ ടു C ആൽഫ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനിലെ
OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു ഇക്വിലിബ്രിയത്തിലെ? സി ആൽഫയായിരുന്നു. അപ്പോൾ ആൽഫയ്ക്ക് നമുക്ക് ഇവിടെ ഒരു ടേം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺസെൻട്രേഷന് പകരം OH മൈനസിന്റെ കോൺസെൻട്രേഷൻ സി ആൽഫയായിരുന്നു. അപ്പോൾ സി ഇൻറ്റു റൂട്ട് ഓഫ് എന്ന് നമുക്ക് എഴുതാം KB/C എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബേസിന്റെ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി റിലേറ്റീവ് സ്ട്രെങ്സ് ഓഫ് വീക്ക് ബേസസ്. നേരത്തെ പോലെ രണ്ട് ബേസുകൾ കൺസിഡർ ചെയ്യാണ്, HB1ഉം HB2ഉം. അതിന് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KB1ഉം KB2 ആണ്. അപ്പോൾ α1 എന്ന് പറഞ്ഞ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് KB1/C. നേരത്തെ നമുക്ക് കിട്ടിയല്ലോ KB/C എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ബേസിന്റെ KB1/C, സെക്കൻഡ് ബേസിന്റെ KB2/C. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആസിഡ്സിന്റെയും രണ്ട് ബേസസിന്റെയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുക. അതായത് α1/α2 എത്ര കിട്ടും? സ്ട്രെങ്ത് സ്ക്വയർ റൂട്ട് ഓഫ് α1ന്റെ അവിടെ KB1 ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് KB1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് KB2. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് KB1/KB2. കാരണം സിയും ക്യാൻസൽ ആയി പോകും ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എഴുതി പഠിക്കുക. അത് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വെറുതെ ഇങ്ങനെ വായിച്ച് കളയരുത്, എഴുതി പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡെറിവേഷനും കൂടി ഉണ്ട്. ചെറിയ ഡെറിവേഷനാണ്, അതും കൂടി ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. റിലേഷൻ ബിറ്റ്വീൻ KA ഓഫ് എൻ ആസിഡ് ആൻഡ് KB ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. നമ്മളിവിടെ KA നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു ഫസ്റ്റ്, അതുപോലെ KBയും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളൊരു ബേസിൻ്റെ ഡിസോസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. B എന്ന് പറയുന്ന ഒരു ബേസ്, അത് വാട്ടറായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? BH+ഉം OH- ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ KB എഴുതിയേ പ്രോഡക്റ്റ് ഓഫ് BH+ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് B. കാരണം വെച്ചാൽ വാട്ടറിൻ്റെ ഓൾമോസ്റ്റ് 1 ആയിട്ട് പോവാണ്. അപ്പോൾ BH+ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് B. നമുക്ക് അങ്ങനെ കോൺസ്റ്റൻറ്റ് KB എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് കിട്ടി. ഇനി ഈ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ H3O+ കൊണ്ട് H3O+ന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോപ്പിലും H3O+ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബോട്ടത്തിലും H3O+ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇതാ OH- കോൺസെൻട്രേഷൻ H3O+ന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു BH+ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ B ഇൻറ്റു H3O+ എന്ന് നമുക്ക് എഴുതാൻ പറ്റി. ഓക്കെ, ഇനി ഇപ്പോൾ ബേസിൻ്റെ ഡിസോസിയേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് B ആണ് ബേസ് എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്തായിരിക്കും? BH+ ആയിരിക്കും. ആ BH+ന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബേസും അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റുകൾ തമ്മിലൊരു റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബേസ് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് അത് തമ്മിലൊരു റിലേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഡെറിവേഷനുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺജുഗേറ്റ് ബേസ് ആക്കി എന്തെടുത്തു? BH+. അത് വാട്ടർ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ Bയും H3O+ ആയി. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? KA ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? KB എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളിത് ഒരുമിച്ച് എൻ്റെ ഒപ്പം ഇത് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് KB എന്നുള്ള ഈ സാധനം, ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ KB എന്നുള്ള ഇക്വേഷൻ എന്തൊക്കെയാണെന്ന് അറിയോ? KW/KA ആണ്. അതായത് KB എന്നുള്ള റിലേഷനാണ് ഈ കിട്ടണത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലെ ഈ പ്രോഡക്റ്റ് എന്താണ്? OH- ഇൻറ്റു H3O+ കോൺസെൻട്രേഷൻ. ഇതെന്താണ്? KW ആണ്. ഇതെന്താണ്? 1/KA ആണ്. കാരണം എന്താ വെച്ചാൽ KA എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇപ്പോൾ എത്ര കിട്ടിയത്? കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ ബൈ കോൺസെൻട്രേഷൻ ഓഫ് BH+. ഇവിടെയോ കോൺസെൻട്രേഷൻ ഓഫ് BH+ ബൈ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+. അപ്പോൾ ഈ ടേം എന്താണ്? 1/KA ആണ്. അപ്പോൾ KBനെ നമുക്ക് എന്തായിട്ട് എഴുതാം? KB ഈസ് ഈക്വൽ ടു KW/KA അല്ലെങ്കിൽ KW ഇൻറ്റു 1/KA
കെ എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, കെ ബി ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ബൈ കെ എ. അപ്പോൾ കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താ? കെ എ ഇൻറ്റു കെ ബി. ഇനി മൈനസ് ലോഗ് എടുത്തു. മൈനസ് ലോഗ് കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് കെ എ ഇൻറ്റു കെ ബി. അതായത് മൈനസ് ലോഗ് ടു ദ ബേസ് 10 ഓഫ് കെ ഡബ്ല്യു ആണ് പി കെ ഡബ്ല്യു. പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി കെ എ പ്ലസ് പി കെ ബി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 14 at 298 Kelvin. സിമ്പിളാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പെന്നും ബുക്കും എടുത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് തോന്നും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. റിലേഷൻ ബിറ്റ്വീൻ കെ എ ഓഫ് എൻ ആസിഡ് ആൻഡ് കെ ബി ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ നമ്മളൊരു ബേസിനെ എടുത്തു. ആ ബേസിൻ്റെ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ബി പ്ലസ് H2O ഗീവ്സ് BH പ്ലസ് പ്ലസ് OH മൈനസ്. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് കെ ബി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഈ കെ ബി എക്സ്പ്രഷൻ, ഈ കെ ബി എന്ന് പറഞ്ഞ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ന്യൂമറേറ്ററിലും അതിൻ്റെ ഡിനോമിനേറ്ററിലും നമ്മൾ H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താ വെച്ചാൽ ഈ കെ ബിനെ നമുക്ക് കെ ഡബ്ല്യുൻ്റെയും കെ എൻ്റെയും ഒക്കെ ഒരു ടേംസിലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് അതിനോട് ഒന്നിനോടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഇതിന് ടേംസിലേക്ക് ആക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരുന്നു? OH മൈനസ് ഇൻറ്റു H3O പ്ലസ്. ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടി. അപ്പോൾ ഈ ടേമിൽ ഇത് നമുക്ക് കെ ഡബ്ല്യു ആണെന്ന് അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കെ എക്ക് പകരം നമ്മളൊരു ടേം നമുക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കെ എ അല്ല, ഒരു ആസിഡ്, കോൺജുഗേറ്റ് ആസിഡ് BH പ്ലസ് പ്ലസ് H2O ഗീവ്സ് B പ്ലസ് പ്ലസ് H3O പ്ലസ്. ഓക്കെ, സോ കെ എ വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് BH പ്ലസ് ആണ് കെ എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കെ ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? കെ ഡബ്ല്യു ഇൻറ്റു 1/KA ആണ്. അപ്പോൾ കെ ഡബ്ല്യു ബൈ കെ എ ആണ്. അപ്പോൾ കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു കെ ബി. സോ മൈനസ് കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു minus log KW is equal to minus log this term. So PKW is equal to PKA plus PKB. That will be equal to 14. Okay. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇനി ഒരു ടേമും കൂടി ഇവിടെ വരുന്നുണ്ട്. എന്താണ് പോളിപ്രോട്ടിക് ആസിഡ്സ് അല്ലെങ്കിൽ പോളി ബേസിക് ആസിഡ്സ്? അതായത് മോർ ദാൻ വൺ അയണൈസബിൾ പ്രോട്ടോൺസ് ഉള്ള ഓരോ മോളിക്യൂളിലും മോർ ദാൻ വൺ അയണൈസബിൾ പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിപ്രോട്ടിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, അതിലൊക്കെ മോർ ദാൻ വൺ അയണൈസബിൾ പ്രോട്ടോൺസ് ഉണ്ട് പെർ മോളിക്യൂളിൽ. അതുകൊണ്ടാണ് അതിനെ പോളി ബേസിക് അല്ലെങ്കിൽ പോളിപ്രോട്ടിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡിസോസിയേഷൻ കൂടി നമുക്കതൊന്ന് കണ്ട് നോക്കാം. ഒരു ഡൈബേസിക് ആസിഡിൻ്റെ ഇപ്പോൾ നമ്മൾ H2O എന്ന് പറഞ്ഞ ഡൈബേസിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. അപ്പോൾ H3O പ്ലസും HA മൈനസും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2A. അതുപോലെ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് HA മൈനസ് ആണ്. അതിന് വീണ്ടും വാട്ടർ ഡിസോൾവേറ്റ് ചെയ്തു. അപ്പോൾ H3O പ്ലസും A2 മൈനസും. സോ Ka is equal to concentration of H3O plus into A2 minus by concentration of HA. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ കോൺസ്റ്റന്റും കിട്ടി, സെക്കൻഡ് അയണൈസേഷൻ കോൺസ്റ്റന്റും കിട്ടി. സോ അപ്പോൾ ഡൈബേസിക് ആസിഡിന് 2 അയണൈസേഷൻ കോൺസ്റ്റന്റ്സ് ഉണ്ട്. ബിക്കോസ് 2 അയണൈസബിൾ ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ട്. എന്നാൽ ട്രൈബേസിക് ആസിഡ് ആണെങ്കിലോ അതിലെ 3 അയണൈസേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് K1ഉം K2ഉം Ka3യും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഹയർ ഓർഡർ ഡിസോസിയേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ K1, Ka2, Ka3 അതിൽ Ka3 ഒക്കെയാണ് കൂടുതൽ ഹയർ ഓർഡർ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഹയർ ഓർഡർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആർ സ്മോളർ ദാൻ ലോവർ ഓർഡർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ പോളിബേസിക് ആസിഡ്സ്. അതായത് Ka3 കുറവായിരിക്കും Ka2വിനേക്കാളും, Ka2 കുറവായിരിക്കും Ka1നേക്കാളും. ഓക്കെ, അപ്പോൾ ഹയർ ഓർഡർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്സ് ലൈക്ക് Ka3 ആൻഡ് Ka2 ആർ സ്മോളർ ദാൻ ലോവർ ഓർഡർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka1 ഫോർ പോളിബേസിക് ആസിഡ്. അപ്പോൾ പോളിബേസിക് ആസിഡ്സിന് Ka1 ഒക്കെ ആയിരിക്കും കൂടുതൽ, Ka2ഉം Ka3യും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതിന് കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ K1 ആയിരിക്കും കൂടുതൽ, Ka2ഉം Ka3യും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ബിക്കംസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് എ പ്രോട്ടോൺ ഫ്രം എ നെഗറ്റീവ് അയോൺ ഡ്യൂ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പ്രോട്ടോൺ ആൻഡ് ദ നെഗറ്റീവ് അയോൺസ്. അതായത് ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അയോൺ ആണ്, അതിൽ നിന്ന് വേണം നമ്മൾ വീണ്ടും പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ സാധാരണ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് പ്രോട്ടോൺ. ഓൾറെഡി നെഗറ്റീവ് അയോൺ ഫോം ചെയ്ത ഈ നെഗറ്റീവ് അയോണും ഈ പ്രോട്ടോണും തമ്മിൽ എന്തുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ വീണ്ടും റിമൂവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെന്താണ്? സോ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് പ്രോട്ടോൺ. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം എച്ച്. ഇപ്പോൾ 2 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോസ്ഫോറിക് ആസിഡിന്റെ ഡിസോസിയേഷൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ടോ, ഫോസ്ഫോറിക് ആസിഡ് എടുത്തു. അപ്പോൾ ആദ്യം ഒരു നെഗറ്റീവ് ചാർജ്, ഒരു പ്രോട്ടോണിനെ കളഞ്ഞു, ഒരു നെഗറ്റീവ് ചാർജും വന്നു. പിന്നെ അതിൽ നിന്ന് വേണം രണ്ടാമത്തെ പ്രോട്ടോണിനെ കളയാൻ, അപ്പോൾ 2 നെഗറ്റീവ് ചാർജായി. ഇതിൽ നിന്ന് വേണം മൂന്നാമത്തെ പ്രോട്ടോണിനെ കളയാൻ, അപ്പോൾ 3 നെഗറ്റീവ് ചാർജായി. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജും ഈ പ്രോട്ടോൺസും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. സോ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഡിക്രീസസ് ഇൻ ദി ഓർഡർ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? K1 ആയിരിക്കും. അതിനേക്കാളും കുറവായിരിക്കും Ka2 ആൻഡ് ലീസ്റ്റ് ഈസ് Ka3. സോ സാധാരണ ഓവറോൾ ആയിട്ട് നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റന്റ് Ka ഫൗണ്ട് ആവണത് ഏകദേശം 2.232 ഇൻറ്റു 10⁻⁻12 എന്നുള്ള വാല്യൂ ആണ് എക്സ്പെരിമെൻസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ദ ഓവറോൾ അയണൈസേഷൻ കോൺസ്റ്റന്റ് Ka ഈസ് ഫൗണ്ട് ടു ബി 2.232 ഇൻറ്റു 10⁻⁻12. അപ്പോൾ അതാണ് പോളിപ്രോട്ടിക് ആസിഡ്സ്. മോർ ദാൻ 1 അയണൈസബിൾ പ്രോട്ടോൺസ് പെർ മോളിക്യൂൾ ഉണ്ടാവും. എക്സാമ്പിൾ നമ്മുടെ ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ. പിന്നെ അതിൽ Ka ഫസ്റ്റ് അയണൈസേഷൻ കോൺസ്റ്റന്റ്, സെക്കൻഡ് അയണൈസേഷൻ കോൺസ്റ്റന്റ്, തേർഡ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ Ka1 will be greater than Ka2 and the least will be Ka3, and overall ionization constant Ka is found to be 2.232 into 10⁻⁻12.